കണക്ക് എഴുതിച്ചോ, പിന്നെ തരാം. ഇവിടെ എങ്ങാനും താമസിക്കാൻ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ? ആ മുക്കിൽ അന്വേഷിച്ചാൽ അറിയാം. അവിടെ ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിൽ 10-20 രൂപയുണ്ട്. അത് മതിയാവും. സാറേ, ഇവനെ വെറുതെ വിടാൻ പാടില്ല സാറേ. ആ പാവപ്പെട്ട സ്ത്രീയുടെ കാശും പിടിച്ചു പറിച്ചോണ്ട് ഇവൻ ഓടിയതാ സാറേ. ഇവൻ ഇത് തന്നെയാ ജോലി. അയ്യോ, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, കാറിൽ കയറൂ. ഇതാ നിങ്ങളുടെ രൂപ. വലിയ ഉപകാരം. വരൂ. വലിയ ഉപകാരം കുഞ്ഞെ. ഇനി ഞാൻ പൊയ്ക്കോളാം. വരൂ. അല്ല, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ആരോരും ഇല്ലാത്ത എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ആശ്വാസമാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. എന്താ ആലോചിക്കുന്നത്? ആർക്കും ഒരു ഭാരമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് എന്നെ സഹായിക്കുന്നത് ഇഷ്ടമല്ലേ? ശരി മോനെ. വരൂ അമ്മേ. അങ്ങനെ ഒരേ ഇരിപ്പിരുന്നാലോ? ഓ, ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് കഴിയുന്നതും വേഗം ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് വെക്കുന്നത്. അല്ല, അങ്ങനെ കഴിച്ചാലും മതി അല്ലേ പിള്ളേ? അതിന് എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതറിഞ്ഞിട്ട് ആ മുതലാളി ഡ്രൈവർ രാഘവൻ പിള്ളയെ പിടിച്ച് ഒപ്പത്തിനെത്തിയിരിക്കുന്നത്. എന്താ എന്താ? മുതലാളിയുടെ അന്തസ്സിനൊത്ത എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. നമുക്ക് അന്വേഷിക്കാം. മാധവിയുടെ സ്ഥാനത്തേക്ക് വരാൻ അർഹതയുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണെന്ന് പറഞ്ഞാൽ രാഘവൻ പിള്ള വേണ്ടത് ചെയ്യില്ലേ? ഞാൻ തുറന്നു തന്നെ പറയാം. രാഘവൻ പിള്ളയുടെ മകൾ ലതയെ എനിക്കിഷ്ടമാണ്. മുതലാളിയോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്. പക്ഷേ അതിന് പകരം എന്റെ മോളെ കച്ചവടമാക്കാൻ ഞാൻ തയ്യാറല്ല. രാഘവൻ പിള്ളേ, എന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്കാണ് ഞാൻ അവളെ ആഗ്രഹിക്കുന്നത്. മുതലാളിയുടെ മകളാകാനുള്ള പ്രായമേ അവൾക്കുള്ളൂ. ഈ ബംഗ്ലാവിൽ ഒരു രാജ്ഞിയായിട്ട് അവൾക്ക് വാഴാം. വേണ്ട മുതലാളി, അവൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തിൽ അഭിമാനത്തോടെ ജീവിച്ചാ മതി. രാഘവൻ പിള്ളേ, അവസാനമായി നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പലതും ആലോചിച്ചിട്ട് വേണം. വരും വരായികൾ ഞാൻ ഏറ്റാ പോലെ. സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയ അന്തസ്സ് നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മോളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ഞാൻ പോകുന്നു. അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? കാലമില്ലടാ, അവൻ വരും. എന്റെ കാട്ടിൽ വന്ന് വീഴും. മോളെ മോളെ മോൾ ഉറങ്ങിയില്ലായിരുന്നല്ലേ?
ഇന്നും ഗോപാല മുതലാളിക്ക് കൂട്ടിരുന്നായിരിക്കും. എന്ത് ചെയ്യാം മോളെ, അയാള് നമ്മുടെ മുതലാളി ആയിപ്പോയില്ലേ. അച്ഛൻ അറിഞ്ഞൂടെ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന്? മണി 11 അതെങ്കിലും പറഞ്ഞ് അച്ഛനോട് രക്ഷപ്പെടാമായിരുന്നില്ലേ? വരൂ, ഊണ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. രാഘവൻ പിള്ളയുടെ മോള് നല്ല മിടുക്കിയ. അവളെ നല്ലൊരു കാശുകാരന് വേണം കെട്ടിച്ചു കൊടുക്കാൻ. പറഞ്ഞാൽ എന്നെ പോലെ വലിയൊരു കാശുകാരൻ. കാശ് എത്ര വേണമെങ്കിലും എന്നോട് ചോദിക്കൂ, ഞാൻ തരാമല്ലോ. എനിക്ക് ചോറ് വേണ്ട മോളെ. മോളെ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് 6 മാസം അവൾ ആശുപത്രിയിൽ കിടന്നു. അന്ന് വേണ്ടി വന്ന പണം മുഴുവനും ഞാൻ കടം വാങ്ങിയത് മുതലാളിയോടാണ്. അതിലൊരു അംശം പോലും ഇതുവരെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുതലാളിയെ സന്തോഷിപ്പിക്കാനായി അങ്ങേർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു. സമയം ഒരുപാടായി, അച്ഛൻ ഉറങ്ങിക്കുള്ളൂ. മോൻ ഇനിയും കിടന്നില്ലേ? മണി 2 കഴിഞ്ഞല്ലോ. അയ്യോ, പാല് പോലും കഴിച്ചില്ലല്ലോ. ഓ സാരമില്ല. രാത്രി ഉറക്കം വിളച്ചാ തലവേദനിക്കുമെന്ന് പറയാറുണ്ടല്ലോ. പിന്നെ എന്തിനാ ഉറക്കം വിളയ്ക്കുന്നത്? ഇനിയുള്ളത് രാവിലെ നോക്കിയാ പോരെ മോനെ? ഇല്ലമ്മേ, ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. ഒരു തെറ്റും ചെയ്യാത്ത അവനെ ഒരു വൻപുള്ളി തൂക്കുമരത്തിലേറ്റാനുള്ള ശ്രമത്തിലാണ് അമ്മേ. അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അയാളുടെ ഭാര്യ കാല് പിടിച്ച് കരഞ്ഞാണ് അപേക്ഷിച്ചത്. എന്നാ ഞാൻ ഈ പാല് ചൂടാക്കി കൊണ്ടുവരാം, അതെങ്കിലും കഴിച്ചിട്ടിരിക്കും മോനെ. ശരി അമ്മ. ഹലോ, ആര്? അഡ്വക്കേറ്റ് പത്മനാഭപിള്ളേ? ആ, കൊടുക്കണം. ആ, എന്താണ് ഈ അസമയത്ത്? ഓ, അങ്ങനെയാണ്. ലത എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അതൊക്കെ അവിടെ വെക്ക്, ഞാൻ അനുവാദം വാങ്ങിച്ചോളാം. സാറേ, സാധനങ്ങളൊന്നും മാറ്റരുതെന്ന് ഒന്ന് പറയൂ സാറേ. ഇത് കോടതി ഉത്തരവാണ്. നോട്ടീസൊക്കെ അയച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. മുതലാളി, ഒന്ന് മുതലാളി, എനിക്കൊരല്പ സമയം കൂടി തരണം. സമയം, സന്ദർഭം, അന്തസ് ഇതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ? മാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പലപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് ചില ആഗ്രഹങ്ങൾ. നിങ്ങൾ അതിന് തയ്യാറല്ലല്ലോ. ഒരിക്കലുമില്ല മുതലാളി. അതിനേക്കാൾ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അല്ല, എന്താണ് നോക്കി നിൽക്കുന്നത്? താങ്കളൊക്കെ എടുത്ത് വെക്കേ. എടാ, വേഗം എടുത്ത് വെക്കടാ. ശേഖരപിള്ളേ, നമസ്കാരം. സാധനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എത്ര രൂപയാണ് കെട്ടിവെക്കാനുള്ളത്? 3890 രൂപ. രസീതും ബാലൻസും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ ആവട്ടെ സാർ. കുട്ടപ്പാ, ഗോപാല, വരണടാ. എന്തൊരു പണിയാണ് ലത കാണിച്ചത്. ഇതേപ്പറ്റി ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഗോപാലൻ സാറിനെ ഇതുവരെ ഞാൻ വരുത്തില്ലായിരുന്നല്ലോ. സോറി മിസ്റ്റർ ഗോപാൽ,
ഹോപ്പ് യു ആർ ഹാപ്പി. കാശ് ഏതായാലും തിരിച്ചു കിട്ടിയല്ലോ. വെരി വെരി ഹാപ്പി. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്നോട് കടം മേടിച്ചത് എന്റെ ഡ്രൈവർ രാഘവനാണ്. ആ കടം വക്കീൽ സാർ ഏറ്റെടുത്ത് വിട്ടതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ നാട്ടിലെ വലിയൊരു പണക്കാരനായ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് സേവനമനുഷ്ഠിച്ച ഒരു പാവം ഡ്രൈവറുടെ വീട് ജപ്തി ചെയ്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കല്യാണപ്രായമായ പെൺപിള്ളേരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ ലോകർ മനസ്സിലാക്കിയേക്കും. ലോകർ മനസ്സിലാക്കുന്നത് പോട്ടെ, പക്ഷെ മിസ്റ്റർ ഗോപാൽ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുക. അതെ, ഞാൻ ഇൻവിറ്റേഷൻ എത്തിച്ചോളാം. വക്കീൽ സാർ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. വിരോധമില്ലെങ്കിൽ ലതയെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.